ഇതിലൂടെ ഒരു പാലുണ്ട് ഇവിടെ, അപ്പുറത്ത് പോകാനേ. പോണ വഴിയിൽ കണ്ടതാണ്. എന്നാൽ പിന്നെ വെറുതെ ഒന്ന് കണ്ടേക്കാന്ന് വെച്ച്. അധികം വെള്ളമൊന്നുമില്ല, അല്ലാണ്ട് കണ്ട് കൊക്ക എന്താണ് സാധനമാണ്. കൊക്കല്ല, അതിൻ്റെ പേരുണ്ട്. ഇരുമ്പിൻ്റെ പാലാണ്. മീനൊന്നും കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇത്. വെള്ളം കുറച്ചുണ്ട്, അല്ല അധികം കണ്ട് വൃത്തിയൊന്നുമില്ല, ഒരു മീഡിയം. നമ്മുടെ വണ്ടി അവിടെ ഇട്ട് ഈ റോഡിൽ നിർത്താൻ പാടില്ല, പക്ഷെ അവിടെ പാർക്കിംഗ് ഉണ്ടായതുകൊണ്ട് അവിടെ കൊണ്ട് കയറ്റിയിട്ട്. അത് ആരെ പാർക്കിംഗ് ആണെന്ന് അറിയില്ല. ഇറ്റലിയിലെ കോസ്റ്റൽ പോർട്ടാണ് ഈ ഏരിയ. ഇത് കടലിൻ്റെ സൈഡായിട്ടാണ് കാണുന്നത്. ഫുള്ളിങ്ങനെ പെട്ടി ആയിട്ട് ഇങ്ങനെ വീടുകൾ, ഫ്ലാറ്റുകൾ വെച്ചിട്ട് പഴയ കാലത്ത്. അപ്പുറത്ത് കടലാണ്. ജനോവയിലെ കോസ്റ്റൽ പോർട്ടാണിത്. നമ്മൾ വ്യൂ ആദ്യം പോയതൊരു പോർട്ടിലേക്ക്. അവിടെ പോവുകയാണെങ്കിൽ അവിടെ കയറാൻ ആക്സസ് കാണാം. കാരണം പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് ഓടി ചെയ്യും. ദുബായ് മാറിയുന്ന പോലെ തന്നെ, പക്ഷെ അത്ര പോലത്തെ അതുപോലെയല്ല, ഇത് വേറെ രൂപം. ജിനോവയിൽ നമ്മൾ നേരെ പോർട്ടോഫിനോ എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് വന്നത്. പോർട്ടോഫിനോ എന്ന പ്ലേസാണ്. ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. കുറേ കാര്യങ്ങൾ, സ്ട്രീറ്റ്, പിന്നെ റെസ്റ്റോറൻറ്റ്, ഹോട്ടല്, പിന്നെ ഇവിടെ ഫുള്ള് യാച്ചിൻ്റെ ഒക്കെ പരിപാടിയാണ്. യാച്ച്, ജെറ്റ്സ്കി, ഫെറി പരിപാടിയൊക്കെയാണ്. ജിനോവയിൽ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ നടക്കണം. 30 കിലോമീറ്റർ ഓടിക്കാണ്ട്. ഇവിടെ നടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഫുട്പാത്ത് കാണിച്ചു തരാം. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ വണ്ടി പാർക്കിങ്ങിന് സ്ഥലമില്ല, അതാണ് പ്രശ്നം. പാർക്കിങ്ങിന് 5 സ്ഥലമില്ല, ബാക്കിയെല്ലാം ഉണ്ട്, പാർക്കിങ് മാത്രമില്ല. റോഡ് ക്രോസ് ചെയ്യട്ടെ. ഇത് ഫുള്ള് ഓരോ റെസ്റ്റോറൻറ്റ്, ഹോട്ടല്, കാര്യം ഫുള്ള് ബാറാണ്. ബാറിൻ്റെ കളിയാണ്. വർഷം നടത്താം. ഇവിടെ ഓരോ ഡിഷ് കാര്യങ്ങൾ ഒന്നും മനസ്സിലാവില്ല. എല്ലായിടത്തും ഒരു പട്ടി ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം. നമ്മളുടെ വണ്ടി ഇപ്പോൾ റോഡിലിട്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് തിരിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ ഒന്നാണിത്. ഈ കടൽ സൈഡിൻ്റെ അടുത്താണ് വരുന്നത്. ഇത് ഇവിടുത്തെ ടോളാണ്, ടോൾ ഗേറ്റ്. ഒരു ടോളിൽ നമുക്ക് കടക്കുമ്പോൾ എൻട്രൻസിൽ ഇങ്ങനെ ഒരു സാധനം തരും, റെസീറ്റ്. പിന്നെ അടുത്ത ടോളിൽ നമ്മൾ അത് കൊണ്ട് കൊടുക്കും. ചില സമയത്ത് ഇത് സ്വീകരിക്കാനുള്ള ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് കാർഡിൽ കോയിൻസ് മാത്രമേ എടുക്കുള്ളൂ. കാശ് എടുക്കില്ല. കാശ് ഇട്ടാൽ തന്നെ പളി കാണും. കാരണം 9 മണി രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആളുണ്ടാവില്ല ഈ ടോൾ ബൂത്തിലേ. അപ്പോൾ പെടും. കാർഡോ നമ്മളെ കയ്യിൽ കറക്റ്റ് കോയിൻസോ ഇല്ലെങ്കിൽ പെടും. രാത്രി ഒരു 9 മണിക്ക് ശേഷം ഇവർ കൂട്ടിപ്പോകും. പിന്നെ കാർഡും പൈസ ഉള്ളവർക്ക് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. ഇറ്റലിയിലെ ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയിൽ വരുന്ന വഴിയിലുണ്ട്. ഇത് വണ്ടിയാണ് സൈഡാക്കി. നല്ല സ്ഥലങ്ങളുണ്ടപ്പോൾ. ഇത് ചെറിയൊരു ഗ്രാമ പ്രദേശമാണ്. അവിടെ ഉണ്ടോ വ്യൂ ഉണ്ടോ? വ്യൂ ഇവിടുന്ന് ഇനി കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളൂ എങ്ങോട്ട്, പിസ ടവറിലേക്ക്. ഇവിടുത്തെ ചെറിയ ചെറിയ വില്ലേജുകളാണ്. അവിടെ പോകാൻ പറ്റുമോ എന്നറിയില്ല. ആൾക്കാരെ വീട് കയറാം. സൈഡിൽ ഈ റോഡ് മുറിഞ്ഞ അപ്പുറത്ത് കാണാം. റോഡ് മുറിയാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. കിടില ബസ് കയറുണ്ട് അപ്പുറത്ത് കൂടി. സെറില്ലോ ബസ്, എന്തോ ബസ്. ഇവിടെ കുറച്ച് അധികം റെസിഡൻസി ഏരിയയാണ്, വീടും കാര്യങ്ങളൊക്കെയാണ് അധികം. എന്തിൻ്റെയൊക്കെ ചെടിയും മരമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് അധികം കൃഷിയാണ് വരിക.
കണ്ടോ അതുകൊണ്ട് അപ്പുറത്ത് കൃഷിയാണ്. ഇവിടെ എന്ത് വലിയ മരം ഉണ്ടായെന്ന് തോന്നുന്നു, വെട്ടി കളഞ്ഞ. അവിടെ കൃഷിയുണ്ട്, അപ്പുറത്ത് കൃഷിയുണ്ട്. പിന്നെന്താ ഇതൊന്ന് തേക്കോ. റോഡ് കറക്റ്റ് 2 വണ്ടിക്കുള്ള സ്കാപ്പേ ഉള്ളൂ, സ്പേസേ ഉള്ളൂ. കണ്ടോ ആ വീടിന് മുറ്റുണ്ടോ, ഇടവഴി ഉണ്ടോ? ഇത് ഇടവഴി അല്ല, ഇത് കനാലാണ്. ഇതിൻ്റെ ഇല മറ്റേ ഇതിൻ്റെ ഒക്കെ ഇല അല്ലേ, മറ്റേ മുന്തിരിൻ്റെ ഒക്കെ ഇല പോലത്തെ ഇല. എന്ത് ചെടിയാണെന്നറിയില്ല, ഇതെങ്ങോട്ടുള്ള വഴിയാണെന്നറിയില്ല. അത് ആ വീട്ടിലേക്കുള്ള വഴിയാണ്. വല്ലാണ്ട് നടക്കില്ല, തിരിച്ച് പിന്നെ നടക്കേണ്ടി ഒരുപാട് നടക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇവർ വില്ലേജ് ഏരിയാസ് വരിക. ഇതെന്താ വെയർഹൗസോ? പിന്നെ ഇപ്പം ബാക്കിൽ ഫുള്ള് മലയും കുന്നും, അതിലൂടെ ഓടിച്ച് വന്നു. ഇതെന്താ മാറാറില്ല, എന്തോ ഒരു ഐറ്റം ചെടിയല്ല. പ്രാവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് പ്രാവ് എടുക്കുന്നുണ്ട്. എന്താ ഞാൻ മുറിഞ്ഞ് പഴയ പോലത്തേക്കാണ് പോയേക്കാം. ഇതിവിടുത്തെ പമ്പിലെ ഒരു കാർ വാഷ സെറ്റപ്പാണ്. 20 യൂറോ തോന്നുന്നു. SUV ആണെങ്കിൽ 23 യൂറോ. അമ്മ പരാജയമാണ്, അതാ കേടാണ്. അതതിൻ്റെ ബാക്കിലാണ്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്, അതിൻ്റെ ബാക്കിലൊരു ഏരിയ. പിന്നെ ബാക്കിൽ മൊത്തം കൃഷി ഐറ്റംസാണ്. ഇതാണ് ഇവിടുത്തെ മാത്രം. ഇവിടുത്തെ പമ്പൊക്കെ ഒരു രോഗമാണ്. 9 മണി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. രാത്രി 9-9 വരെ അടച്ചു പോകും. ചിലത് മാത്രമേ 24 അവർ ഇട്ടുള്ളൂ. പിന്നെ ഡീസലുണ്ട്, പിന്നെ സെൻസ പിയോ അതെന്താണാവും. ഇവിടെ പെട്രോളിന് ഒന്നിൽ ഗ്യാസോലിൻ എന്ന് പറയും, പിന്നെ അല്ലെങ്കിൽ ബെൻസീന അങ്ങനെ ഒരു സാധനം പറയും. അതിനാണ് പെട്രോൾ ഇവിടെ പറയുക. ഇവിടെ B7 ഡീസൽ എന്ന് പറയും. ഡീസൽ